നമസ്കാരം. ഏവർക്കും അക്കാഡമിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ് പദശുദ്ധിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന മൂന്നാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിലെ മലയാളത്തിലെ പദശുദ്ധി വിഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒട്ടനവധി ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഈ ഒരു ക്ലാസ്സിലും കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ PSC പല പരീക്ഷകൾക്കായി ചോദിച്ചിട്ടുള്ള പദശുദ്ധിയിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളും പിന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറയാതെ പോയ കുറച്ച് വിശകലനങ്ങളുമാണ് അല്ലെങ്കിൽ കുറച്ച് ചോദ്യങ്ങളെയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുക. അപ്പോൾ നിങ്ങൾക്കിത് പരമാവധി ഉപയോഗപ്പെടുന്നുണ്ട് എന്ന വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഞാൻ ക്ലാസ്സുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എന്തെങ്കിലും സജഷൻസോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പദശുദ്ധി പാർട്ട് 3. അപ്പോൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷനിലൂടെ കടന്നു പോവാം. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളെ വെച്ച് നിങ്ങളും നോക്കുക, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ക്ലാസ് ആരംഭിക്കുമ്പോൾ ക്വസ്റ്റ്യൻ കാണും. ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ ഒരു പേനയും പേപ്പറും എടുത്ത് എന്തെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ ആൻസേഴ്സ് എഴുതി പോവുക. ഓക്കെ, അപ്പോൾ A ആണോ B ആണോ C ആണോ, അപ്പോൾ ആ രീതിയിലൊന്ന് ചെയ്തു നോക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ OMR ഷീറ്റ് ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ ചെയ്തു പോവുക. അങ്ങനെ ഒന്ന് ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഏകദേശം നമുക്കൊരു എത്ര എണ്ണം ശരിയാകുന്നുണ്ട് എന്നുള്ളത് കാര്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു ചോദ്യം നമ്മൾ ആദ്യത്തെ ചോദ്യം KS എക്സാമിന് തന്നെ ചോദിച്ചതാണ്. ഏതാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ശരിയായ പദം ഏത്? ഓപ്ഷൻ A പ്രഭുത്വം, സ്ത്രീത്വം, മഹത്വം, മനുഷ്യത്വം. അപ്പം ഇങ്ങനെ 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ശരി ഏതാണ്? ഒന്ന് ചെയ്തോളൂ, ആൻസർ ചെയ്തോളൂ പെട്ടെന്ന് തന്നെ. യെസ്, ഓപ്ഷൻ C ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ? യെസ്, അപ്പം ഇതിൻ്റെ ഓപ്ഷൻ A തെറ്റാന്ന് കണ്ടു. അപ്പോൾ അതിന് ശരിയാക്കുമ്പോൾ എങ്ങനെയാവും? അവിടെ ഒരു താ മതി, എവിടെ ഇരട്ടിപ്പ് ആവശ്യമില്ല. ഇവിടെയോ? ഇവിടെയും അതേപോലെ തന്നെ ഒരു താ മതി, ഇരട്ടിപ്പ് ആവശ്യമില്ല. ഇവിടെയോ? ഇവിടെ വരുമ്പോൾ ഈ മനുഷ്യത്വം എന്ന് വരുന്നു. ഇങ്ങനെയാണോ? ഇങ്ങനെയൊരു വാക്കുണ്ട്. അതേപോലെ തന്നെ മനുഷ്യത്വം എന്നൊരു വാക്കുണ്ട്. ഇങ്ങനെ 2 വാക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ വാക്ക് ആരും എഴുതരുത്, തെറ്റാണ്. മനുഷ്യത്വം ഇങ്ങനെ തന്നെയാണ് ഇവിടെ വരിക. ഓക്കെ, അപ്പോൾ പ്രഭുത്വം, സ്ത്രീത്വം, മനുഷ്യത്വം ഇങ്ങനെ വാക്കുകൾ ഓർത്ത് വെക്കുക. ഇവിടെ ഈ വാക്കിൻ്റെ തെറ്റായ രൂപമാണ് ഏത്? മഹത്വം എന്ന് പറയുന്ന വാക്ക്. അപ്പോൾ ഈ വാക്ക് തെറ്റാണെന്ന് ഓർക്കുക. ക്ലിയർ ആയല്ലോ? യെസ്. രണ്ടാമത്തെ, അപ്പോൾ ആൻസർ ശരിയായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നോക്കിക്കേ, താഴെ പറയുന്നവയിൽ ശരിയായ പദമേത്? താഴെ പറയുന്നവയിൽ ശരിയായ പദമേത്? ഓപ്ഷൻ A യൗവനം, ഓപ്ഷൻ B യൗവനം, ഓപ്ഷൻ C യൗവനം, ഓപ്ഷൻ D യൗവനം. ഉച്ചാരണത്തിൽ ഏകദേശം എല്ലാം ഒരേപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും പറയാൻ പാടില്ലാത്തവർക്ക് പോലും ഇവിടെ നമുക്ക് കറക്കി കുത്തലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പം ഓപ്ഷൻ C നമുക്ക് മാറ്റാം, ഓപ്ഷൻ Dയും നമുക്ക് മാറ്റാം. ഇത് രണ്ടും വരാനുള്ള സാധ്യതയില്ല. പിന്നെ സാധ്യതയുള്ളത് ഏതാണ്? ഓപ്ഷൻ Aയോ ഓപ്ഷൻ Bയോ ഉള്ളൂ അല്ലേ? അപ്പം ഇവിടെ ഓർക്കുക, ഈ ഓപ്ഷൻ B എന്ന് പറയുന്ന ഭാഗം നമുക്ക് പലരും എഴുതുന്നുണ്ടെങ്കിൽ പോലും ഓർക്കുക, ഇത് തെറ്റാണ്. നമുക്കിവിടെ എന്താ ആവശ്യമില്ല? വാ ഇരട്ടിക്കേണ്ട കാര്യമില്ല, യൗവനം എന്ന് ഉച്ചരിക്കേണ്ട കാര്യമില്ല, യൗവനം എന്നേ ഉള്ളൂ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്, യൗവനം എന്ന് പറയുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ഓപ്ഷൻ B പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ സ്ട്രെസ് ചെയ്ത് സംസാരിക്കുമ്പോഴാണ്. യൗവനം, യൗവനം അങ്ങനെ എടുത്തു പറയുമ്പോഴാണ്. വളരെ സിമ്പിളായിട്ട് ഉച്ചരിക്കേണ്ടതാണ്, യൗവനം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഓപ്ഷൻ A ആണ് അവിടെ ശരിയായ ഉത്തരം. ഇനി അടുത്തൊരു ചോദ്യം നോക്കുക. ശരിയായ പ്രയോഗം തിരിച്ചറിയുക. ശരിയായ പ്രയോഗം തിരിച്ചറിയുക. നോക്കിക്കേ, യെസ്, ഇവിടെ ഓപ്ഷൻ A വിശ്വസ്തൻ, ഓപ്ഷൻ C വിശ്വസിതൻ, ഓപ്ഷൻ B വിശ്വസ്തൻ, ഓപ്ഷൻ D വിശ്വസ്തൻ. ഇങ്ങനെ കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഏതായിരിക്കും? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്, വിശ്വസ്തൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇതിൽ നിന്നും കുറേ ചോദ്യങ്ങൾ ഇതേ രീതിയിൽ PSC കുറേ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒരേപോലെ തന്നെ വരുന്ന ചില വാക്കുകൾ.
അപ്പൊ ഇവിടെ ഈ രണ്ട് വാക്കുകൾ മാറിപ്പോകുന്നത് ഈ ഒരു ചിഹ്നവും അല്ലെങ്കിൽ ഈ കൂട്ടക്ഷരവും ഈ രണ്ടക്ഷരങ്ങളും നമുക്ക് എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഒരു വ്യക്തതയില്ല. അതല്ലെങ്കിൽ മാറിപ്പോകുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു വാക്ക് എഴുതാം. ഇപ്പൊ ഇവിടെ പ്രസ്ഥാനം എന്ന് നമ്മൾ എഴുതുന്നു. ഇപ്പൊ ഇവിടെ ചേർത്തിരിക്കുന്നത് ഈ ഒരു വാക്കാണ്. ഇവിടെ വേറൊരു വാക്ക് ഞാൻ എഴുതി പ്രസ്ഥാനം. ഇത് നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്ത് പോയാന്ന് എനിക്ക് തോന്നുന്നു, ഈ ഒരു വാക്ക് അല്ലേ? അപ്പൊ ഇവിടെ ഈ പ്രസ്ഥാനം തെറ്റാണ്. അപ്പൊ ഈ രണ്ട് വാക്കുകൾ, ഈ രണ്ട് ചിഹ്നങ്ങൾ, രണ്ടക്ഷരങ്ങൾ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന വാക്കുകളെ അത്യാവശ്യം മനസ്സിലാക്കി വെക്കുക, പരിചയപ്പെട്ടു വെക്കുക. അപ്പോൾ അതാണ് അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പമാർഗം. അപ്പോൾ അത്യാവശ്യം എന്ത് ചെയ്യുക, ഈ വാക്കുകളെന്ന് പരിചയപ്പെട്ടു വെക്കുക. അപ്പോൾ നോക്കുക, അസ്തമയം. അസ്തമയം എന്ന് പറയുമ്പോൾ ഇതാണ് എഴുതേണ്ടത്. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറയുന്ന സ്ഥാ വരാൻ പാടില്ല. പിന്നെ അസ്തമയം എന്ന വാക്ക് ആണ് ശരിയായ വാക്ക്. ഇതിനെ തെറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആ വാക്ക് ഏതാണ്? അസ്തമനം എന്ന് ഉപയോഗിക്കാറുണ്ട്. ഇത് തെറ്റാണെന്നും ഓർത്തോണം കേട്ടോ. പിന്നെ വാസ്തവം. വാസ്തവം ഇങ്ങനെയാണ് എഴുതേണ്ടത്. പ്രശസ്തി ഇങ്ങനെയാണ് എഴുതേണ്ടത്. അഭ്യസ്തവിദ്യൻ ഇങ്ങനെയാണ് എഴുതേണ്ടത്. പ്രസ്താവന ഇങ്ങനെയാണ് എഴുതേണ്ടത്. വിശ്വസ്തൻ, ഇത് മുകളിൽ കൊടുത്തിട്ടുണ്ടല്ലോ, വിശ്വസ്തൻ ഇങ്ങനെയാണ്. ഇനി അസ്ഥിവാരം, ഇതൊക്കെ പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചേക്കുന്ന കേട്ടോ. അസ്ഥിവാരം ഇങ്ങനെയാണ് എഴുതേണ്ടത്. പ്രസ്താവം ഇങ്ങനെയാണ്. വിസ്തീർണം ഇങ്ങനെയാണ്. മനസ്താപം ഇങ്ങനെയാണ്. രോഗഗ്രസ്തൻ ഇങ്ങനെയാണ്. വ്യത്യസ്തം ഇങ്ങനെയാണ്. ഓക്കെ. അപ്പൊ ഇതിലെല്ലാം എന്ത് ചെയ്യാൻ സംഭവിക്കാറുണ്ട്? ഈ സ്ത എന്ന് പറയുന്ന ഈ രൂപത്തിന് പകരം നമ്മുടെ ഇവിടെ ഈ രീതി പലരും ഉപയോഗിക്കാറുണ്ട്. മാറിപ്പോകുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഈ വാക്കുകളൊക്കെ ഇങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചോണം. ഇതിൽ അസ്തമയം PQ ക്വസ്റ്റ്യൻ ആണ്. വാസ്തവം PQ ക്വസ്റ്റ്യൻ ആണ്. പ്രസ്താവന PQ ക്വസ്റ്റ്യൻ ആണ്. വിശ്വസ്തൻ PQ ക്വസ്റ്റ്യൻ ആണ്. അസ്ഥിവാരം PQ ക്വസ്റ്റ്യൻ ആണ്. മനസ്താപം PQ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ PQ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇങ്ങനെ ഇതിൽ നിന്നും ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം ഓർത്ത് വെക്കുക, ഈ വാക്കുകളെ മനസ്സിലാക്കി വെക്കുക. ഇതേപോലെ തന്നെ ഇതുണ്ടോ, ഈ സ്റ്റ, ഇത് ഈ അക്ഷരങ്ങൾ ഇത് ചേർന്ന് വരുന്നത്, ഒരു ച, ഇത് രണ്ടും ചേർന്ന് വരുന്നത്, ഇത് ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയാണ്? ചിലയിടങ്ങളിൽ ഇത് ഉപയോഗിക്കേണ്ടതുണ്ട്, ചിലയിടങ്ങളിൽ ഇത് ഉപയോഗിക്കേണ്ടതില്ല. അതായത് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതാണ്. ഇത് ഈ വാക്കുകളും ഈ ചിഹ്നവും മുകളിൽ കൊടുത്തിരിക്കുന്ന ച ചിഹ്നവും ഛ ചിഹ്നവും ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പൊ അങ്ങനെ മാറിപ്പോവാതിരിക്കാൻ പ്രത്യേകം ഓർത്ത് വെക്കണം. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും ഈ വാക്കുകളൊക്കെ ഓർത്താൽ മതി. ച ഛ ഈ വാക്കുകൾ പലപ്പോഴും സന്ധി നിയമപ്രകാരമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സന്ധി നിയമം അനുസരിച്ചാണ്. സന്ധി നിയമം ചേരുമ്പോഴനുസരിച്ചാണ്, പദങ്ങൾ ചേരുന്നതിന്റെ അനുസരിച്ചാണ് അവിടെ ഇത് വരുന്നത്. ഇപ്പൊ ഇവിടെ നിശ്ചയം എഴുതേണ്ടത് ഇങ്ങനെയാണ്. PQ ക്വസ്റ്റ്യൻ ആണ്. നിശ്ചയം എഴുതേണ്ടത് ഇങ്ങനെയാണ്. നിശ്ചേഷ്ടൻ. പ്രായശ്ചിത്തം PQ ക്വസ്റ്റ്യൻ ആണ്. പ്രായശ്ചിത്തം ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി വൃശ്ചികം PQ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയാണ് എഴുതേണ്ടത്. നിശ്ചലം PQ ക്വസ്റ്റ്യൻ എഴുതേണ്ടത്. പശ്ചാത്താപം PQ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതെല്ലാം PQ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എന്ത് ചെയ്യാം, എഴുതേണ്ട രീതി ഇങ്ങനെയാണ് ഓർത്ത് വെക്കുക. അവിടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഈ ചായ്ക്ക് പകരം എന്ത് ചെയ്യാൻ പാടില്ല, ച വരാൻ പാടില്ല. ഇനി വേറെയുമുണ്ട്, ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. അപ്പൊ അച്ഛൻ നമുക്ക് ഒരിക്കലും മാറാറില്ല. അപ്പൊ ഇത് ഇങ്ങനെ തന്നെയാണ് എഴുതുക. ഇച്ഛ പലപ്പോഴും ചിലർ എഴുതാറുണ്ട്, ഈ ഇച്ഛ എഴുതി വെക്കാറുണ്ട്. ഇച്ഛ ഏതല്ല, ഇച്ഛ ഇതാണ്. ജീവച്ഛവം മിക്ക ആൾക്കാരും തെറ്റിക്കുന്നതാണ്. ജീവച്ഛവം എന്ന് എഴുതേണ്ടത് ഇങ്ങനെയാണ്. അപ്പൊ ഓർക്കുക, എന്ത്, ഈ ജീവശവം എന്ന് പറയുന്ന ഒരു വാക്കില്ല കേട്ടോ. ജീവശവം എന്ന് പറയുന്ന ഒരു വാക്കേ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ജീവശവം എന്ന രീതിയിൽ എഴുതും. ഓക്കെ. അപ്പൊ അത് സന്ധി നിയമപ്രകാരമാണ്. എങ്ങനെ പിരിക്കുന്നത്? ജീവത് പ്ലസ് ശവം എന്നാണ് അതിനെ പിരിക്കുക. ജീവത് പ്ലസ് ശവം എന്നാണ് അതിനെ പിരിക്കുക. ജീവച്ഛവം എന്നായി മാറും. സന്ധി അല്ലെങ്കിൽ ചേർത്തെഴുത്ത് പിരിച്ചെഴുത്ത് പഠിപ്പിക്കുമ്പോൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഓർത്തിരിക്കുക, ജീവച്ഛവം എന്നുള്ളതാണ് ശരിയായ വാക്ക്, ജീവശവമല്ല. ഇനി അടുത്തത് വിദ്യുത് ശക്തി. വിദ്യുത് ശക്തി എന്ന് നമ്മൾ എഴുതാറുണ്ട് പലപ്പോഴും. വിദ്യുത് ശക്തി, വിദ്യുത് ശക്തി ഇങ്ങനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചേർത്ത് എഴുതുമ്പോൾ തെറ്റാണ്. ചേർത്ത് എഴുതുമ്പോൾ വിദ്യുത് ശക്തി എന്ന് തന്നെ വരണം. ഐച്ഛികം നമ്മൾ എഴുതാറുണ്ട്. ഐച്ഛിക വിഷയം, പല ആൾക്കാരും എഴുതി വെക്കാറുണ്ട്. ഇതും ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത്. ഐച്ഛികം എന്ന് എഴുതിയാൽ തെറ്റിപ്പോവും. ഐച്ഛികം എന്ന വാക്കാണ് ശരി. ഐച്ഛികം എന്ന് എഴുതി കഴിഞ്ഞാൽ തെറ്റിപ്പോവും. ഉച്ഛിഷ്ടം ഇങ്ങനെയാണ് എഴുതേണ്ടത്.
വിച്ഛേദിക്കുക ഇങ്ങനെയാണ് എഴുതേണ്ടത്. യാദൃച്ഛികം, യാദൃച്ഛികം ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അവിടെ എങ്ങനെയാ എല്ലാ ആളുകളും എഴുതുന്നത് ഇങ്ങനെയാണ്, യാദൃശ്ചികം എന്ന് എഴുതി വെക്കും. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് പോവും. യാദൃശ്ചികമല്ല, യാദൃച്ഛികം ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ ആപച്ചങ്കയാണ്. ആപച്ചങ്ക, അതായത് ആപത്തിലുണ്ടാകുന്ന ശങ്ക. ആപത്ത് ശങ്ക എന്നുള്ളതാണ്. ആപത്ത് പ്ലസ് ശങ്ക ആണ്. അത് പക്ഷെ ചേർത്ത് എഴുതി കഴിയുമ്പോൾ എന്തായി മാറും? ആപച്ചങ്ക എന്നായി മാറും. ഓക്കെ. അപ്പൊ ഇങ്ങനെ കുറെ വാക്കുകൾ, ഐച്ഛികം, യാദൃശ്ചികം നമ്മൾ കണ്ടു, ജീവച്ഛവം കണ്ടു. പിന്നെ അതേപോലെ തന്നെ അന്തശ്ചിദ്രം. അന്തശ്ചിദ്രം ഇതിന്റെ തന്നെ വരുന്ന വേറൊരു വാക്കാണ് അന്തശ്ചിദ്രം. നിങ്ങൾ എങ്ങനെ എഴുതും? അന്തശ്ചിദ്രം എന്ന് എഴുതിക്കേ, ഇങ്ങനെ എഴുതുവോ? അന്തശ്ചിദ്രം, ശായാണേ, അന്തശ്ചിദ്രം ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് പോകും. അവിടെ എന്നതിന് പകരം എന്താ എഴുതണം? അന്ത, അന്ത, അന്തശ്ചിദ്രം, അന്തശ്ചിദ്രം ഇങ്ങനെയാണ് എഴുതേണ്ടത്. മനസ്സിലായോ? അന്തശ്ചിദ്രം. അപ്പം അതിന് പകരമായിട്ട് ഈ അന്തശ്ചിദ്രം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് പോകും. ഇങ്ങനെ എഴുതരുത്, ഓപ്ഷനിൽ ഇങ്ങനെ ഉണ്ടാവും. ഇത് തെറ്റാണ്. ശരിയായ രൂപം അന്തശ്ചിദ്രം എന്നുള്ളതാണ്. ഷായും ഷായും അല്ലേ എന്ന് ഓർക്കും, പക്ഷെ അങ്ങനെയല്ല. ഷായാണ്, രണ്ടാമത്തെ ഷായാണ് വരുന്നത്. അപ്പൊ അത് ചേർത്ത് എഴുതുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഈ വാക്കുകളും ഓർത്ത് വെക്കുക. ഇതും പരീക്ഷയ്ക്ക് ചിലപ്പോൾ, ഇത് ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ അകത്ത് ഈ PQ എന്ന് എഴുതിക്കുന്ന എല്ലാം പല പരീക്ഷകൾക്കായിട്ട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി ഇപ്പൊ ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചേക്കുന്നത് തന്നെയാണല്ലോ, കണ്ടല്ലോ. ഞാൻ ആദ്യം പറഞ്ഞാണ്, ശരിയായ പദം ഇതിലേതാണ്? നിശ്ചയം, 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 നിശ്ചയം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ സി, നിശ്ചയം. അടുത്തത് ശരിയായ പദം കണ്ടെത്തുക. ശരിയായ പദം കണ്ടെത്തുക. ഈ ശരിയായ പദം കണ്ടെത്തുക എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ഈ സാധനത്തിന്റെ അകത്തെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒരുമാതിരിപ്പെട്ട പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗമാണ്. ഇവിടെ ഈ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ കണ്ട ഖര, മൃദു, ഘോഷ, അനുനാസികം എന്നിങ്ങനെ പറയുന്ന ഒരു കാറ്റഗറി വർഗാക്ഷരങ്ങളെ നമ്മൾ ഉച്ചാരണ ക്ലേശത്തിന്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ആ അക്ഷരങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറിപ്പോകുന്നതോ ഉച്ചാരണത്തിലുണ്ടാകുന്ന വൈകല്യമോ ഒക്കെയാണ് ഇത്തരം ദോഷങ്ങൾ ഉണ്ടാവാൻ കാരണം. അപ്പൊ ഇവിടെ ശരിയായ പദം കണ്ടെത്തുക, അതായത് ഇവിടെ അർത്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വേണം നമുക്ക് ശരിയാണോ ശരി ഏത് തെറ്റേതെന്ന് നിർണ്ണയിക്കാൻ. അപ്പോൾ ഈ പറഞ്ഞത് മനസ്സിലായോ? അർത്ഥം വേണം. ഈ വാക്കുകൾക്ക് ഏതെങ്കിലും അർത്ഥം ഉണ്ടോ എന്നുള്ള ആദ്യം മനസ്സിലാക്കണം. ഘടാകാരം, ഖണ്ഡാകാരം, ഖണ്ഡാകാരം എല്ലാം ഉണ്ട്. ഇതിൻ്റെ അകത്ത് ആൻസർ വരുന്ന ഏതാണ്? ആൻസർ വരുന്ന ഏതാണ്? യെസ്, ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. മണിമാളിക എന്ന അർത്ഥം വരുന്ന, മണിമാളിക എന്ന അർത്ഥം വരുന്ന പദമാണ്. അപ്പൊ ഇങ്ങനെയും ചിലപ്പോൾ ചോദ്യം നമുക്ക് ടഫ് ആക്കാനാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഇതൊന്നും ആരും ഒരു ക്ലാസ്സിലും പറയുന്നത് കാര്യവുമല്ല, നമ്മളൊന്നും അത്ര ചിന്തിക്കുന്ന ഒരു ഭാഗവുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു? നമുക്കൊരു എന്താ പറയുന്നത്, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ പഠനത്തിൽ ഇങ്ങനെയും ചില ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തുക. അത്യാവശ്യം വായനയിൽ കൂടി മാത്രമേ നടക്കുകയുള്ളൂ കേട്ടോ. അപ്പൊ അതും കൂടി ഉൾപ്പെടുത്താൻ മാക്സിമം നോക്കുക. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം തെരഞ്ഞെടുക്കുക. കണ്ടോ, PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പോലും തെരഞ്ഞെടുക്കുക എന്ന് പറയുന്ന വാക്ക് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി തെരഞ്ഞെടുപ്പല്ല, തിരഞ്ഞെടുപ്പാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ പോലും പലപ്പോഴും തെറ്റാണ് വരിക. ഇനി ഇതിൽ ഏറ്റവും രസം, നമുക്ക് അതിൻ്റെ അകത്തൊരു ഒറ്റപ്പദം ചിലപ്പോൾ ഉണ്ടാവും. നമ്മുടെ സിലബസിലുണ്ട് ഒറ്റപ്പദം. ഈ ഒറ്റപ്പദം എഴുതുമ്പോഴും പലപ്പോഴും ഒറ്റപ്പദം എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ മേ ബി ചിലപ്പോൾ അങ്ങനെയും വരാം. അപ്പോൾ ഓർത്തിരിക്കുക, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ അസ്ഥികൂടം, ഓപ്ഷൻ ബി അസ്ഥികൂടം, ഓപ്ഷൻ സി അസ്ഥികൂടം, ഓപ്ഷൻ ഡി അസ്ഥികൂടം. ഏതാണ്? അസ്ഥി, അസ്തിത്വം, അസ്ഥിവാരം, അസ്ഥികൂടം, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഏതാണ് ആൻസർ വരുന്നത്? പെട്ടെന്ന് പറഞ്ഞോളൂ. യെസ്, ഓപ്ഷൻ ബി അസ്ഥികൂടം എന്ന് പറയുന്നതാണ്, അല്ലെ? അസ്ഥികൂടം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അസ്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അസ്ഥി നിലനിൽപ്പിനെ സൂചിപ്പിക്കുന്ന അസ്ഥിവാരം, ബേസ്മെന്റ്, അടിസ്ഥാനം എന്നൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈ അസ്ഥി നമ്മുടെ അസ്ഥികൂടം, നമ്മുടെ എന്താണ്, ബോൺ അല്ലെ, എല്ലുകൾ എന്നൊക്കെ അർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അസ്ഥികൂടം. അപ്പോൾ ക്ലിയർ ആയല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ശരിയായ പദമേത്? അവധൂതൻ, 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 അവധൂതൻ. ഏത് വാക്കാണ്?
അപ്പൊ ആദ്യമേ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കണം. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദൂത് പോയ ആളാണോ അവധൂതൻ എന്ന് വിളിക്കുക? നിന്ദിക്കപ്പെട്ടവൻ എന്ന അർത്ഥമാണ് ഈ വാക്കിന് ഉദ്ദേശിക്കുന്നത്. നിന്ദിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുന്നത്, ഒഴിവാക്കപ്പെട്ടത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതെന്നോ അല്ലെങ്കിൽ പരിഗണന കിട്ടാത്തതെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ അവധൂതൻ എന്ന് പറയുന്ന പ്രയോഗം ഇതിൽ ഏതാ വരുന്നത്? ഇസ് ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ എ ആണ് അവധൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്ദിക്കപ്പെട്ടവൻ എന്ന അർത്ഥമാണ്. നിന്ദിക്കപ്പെട്ടവൻ എന്ന അർത്ഥം വരുന്ന അതാണ്. അപ്പൊ ഇത് ചിലപ്പോൾ ഒറ്റപ്പദത്തിൽ ചോദിക്കാം. നിന്ദിക്കപ്പെട്ടവൻ എന്ന അർത്ഥം വരുന്ന ഒറ്റപ്പദം ഏത് എന്നും ചോദിക്കാം. നമ്മുടെ PSCയുടെ ചോദ്യം ചിലപ്പോൾ അങ്ങനെയൊക്കെ വരാൻ കേട്ടോ. കാരണം ഇതെല്ലാം കുറെ വർഷങ്ങളായിട്ട് നിരന്തരമായിട്ട് ചോദിക്കുന്നവയാണ്. അപ്പൊ ചോദിക്കുമ്പോൾ തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻസിനെ തന്നെ അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചും വിട്ട് ചിലപ്പോൾ ചോദിക്കാം. അതായത് പദശുദ്ധിയിൽ വരുന്ന സാധനങ്ങൾ തന്നെ ചിലപ്പോൾ സന്ധിയിൽ വരാം, അല്ലെങ്കിൽ ചേർത്തെഴുത്തിലെ പിരിച്ചെഴുത്തിലെ വരാം, പിരിച്ചെഴുത്തിലും ചേർത്തെഴുത്തിലും വരുന്ന സാധനങ്ങൾ ഇതിൽ വരാം, അതേപോലെ തന്നെ ഒറ്റപ്പദത്തിൽ വരാം. ഇങ്ങനെയൊക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ ഒറ്റപ്പദം, പദശുദ്ധി, ചേർത്തെഴുത്ത്, പിരിച്ചെഴുത്ത് ഇതൊക്കെ കണക്റ്റഡ് ആണ് എന്ന കാര്യവും ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നോണം. അപ്പോൾ കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദ്യം വരാനുള്ള സാധ്യതയുടെ അടിസ്ഥാനത്തിൽ കണക്ഷൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ അവ എന്താണ് സിലബസ് ബേസ്ഡ് അല്ലെങ്കിൽ ഒരു ടോപ്പിക് ബേസ്ഡ് കണക്ഷൻ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഓർക്കുക, ഇവിടെ ആൻസർ ഓപ്ഷൻ എ അവധൂതൻ എന്നുള്ളതാണ്. ഇതേ ചോദ്യത്തിന് നമുക്ക് വേറെ രീതിയിൽ വരാം. ഇവിടെ നിന്ദിക്കപ്പെട്ടവൻ എന്ന അർത്ഥം വരുന്ന ഒറ്റപ്പദം ഏത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇതേ സെയിം ആ ശരിയായ പദം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ മാത്രം അവിടെ മാറ്റിയാൽ മതി. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയും ചിലപ്പോൾ ചോദ്യം ഇവിടെ വരാം. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നതിൽ ശരിയായ പദമേത്? തന്നിരിക്കുന്നതിൽ ശരിയായ പദമേത്? അനുഗ്രഹീതം, 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 അനുഗ്രഹീതം. അപ്പൊ ഇവിടെ എത്രയോ ഓർത്താൽ ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഓർമ്മയുണ്ടാവും. ഇതിന്റെ വേറൊരു രീതിയാണ് പറഞ്ഞത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൃഷ്ടി എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്, എന്നാൽ സൃഷ്ടികർമ്മം നടത്തുന്ന ആൾ എഴുതുന്നത് എങ്ങനെയാണ്? സ്രഷ്ടാവാണ്, അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ അനുഗ്രഹം എന്ന് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? അനുഗ്രഹം എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. അപ്പൊ അനുഗ്രഹം കിട്ടിയ ആൾ എന്ന അർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാണ്? അനുഗ്രഹം കിട്ടിയ ആൾ എന്ന അർത്ഥം വരണമെങ്കിൽ അതെങ്ങനെ വരണം? ഓപ്ഷൻ ബി വരണം. അനുഗ്രഹീതം എന്ന് വരണം. അനുഗ്രഹീതം എന്ന് വരണം. ഇത് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു വാക്ക്. അപ്പം പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യും? ഈ രീതിയിൽ എഴുതി വെക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക, ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. അതിനുള്ള കാരണം മനസ്സിലായല്ലോ. സൃഷ്ടി എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്, എന്നാൽ സൃഷ്ടി നടത്തുന്ന ആളുടെ എഴുതുന്നത് എങ്ങനെയാണ്? സ്രഷ്ടാവാണ്. അതേപോലെ തന്നെ അനുഗ്രഹം എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്, എന്നാൽ അനുഗ്രഹം കിട്ടിയ ആളെന്ന് അർത്ഥം വരണമെങ്കിൽ അനുഗ്രഹീതം എന്നായി മാറും. അനുഗ്രഹീതനായ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ എന്താണ് ഇവിടെ ഈ ഒരു സാധനമാണ് വരേണ്ടത് എന്ന കാര്യം ഓർക്കുക. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഇവിടെയും ഉണ്ട്. തിരഞ്ഞെടുപ്പാണ് വരേണ്ടത്, എങ്കിലും അവിടെ തിരഞ്ഞെടുക്കുക എന്നാണ് വന്നിരിക്കുന്നത്. നോക്കുക, ഇതിലേതാണ് തിരഞ്ഞെടുക്കുക? ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഇപ്പൊ ഇവിടെ നമ്മൾ അർത്ഥത്തെ നോക്കി കഴിയുമ്പോൾ ഏതൊക്കെ ഈ പറയുന്ന നിർജ്ജരി, നിർജ്ജരി അങ്ങനെ കുറെ വാക്കുകൾ ഇവിടെ 4 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കാം. ക്വസ്റ്റ്യൻ മേ ബി ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കാം. ഞാൻ ഇതിന്റെ ആൻസർ കീ ചെക്ക് ചെയ്തില്ല. അപ്പൊ ഇതിൽ ഒരുപക്ഷെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കാം. കാരണം എന്താണ്? ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് രീതിയിലാണ് ഈ ശരിയായ പദം ആവണത് എന്നുള്ള ആദ്യം നമുക്ക് മനസ്സിലാവണം. അതായത് ഒരു അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവിടെ. ആക്ച്വലി ഇവിടെ 2 വാക്കുകളും അർത്ഥം നൽകുന്നവയാണ്. ഇപ്പൊ ആദ്യത്തെ ഇപ്പൊ നിർജ്ജരി എന്ന് പറയുന്ന ഈ വാക്ക്, ഈ നിർജ്ജരി എന്ന് പറയുന്ന വാക്കും ഈ നിർജ്ജരി എന്ന് പറയുന്ന വാക്കും ആക്ച്വലി എന്താണ്? അത് രണ്ടും ശരിയായ പദങ്ങളാണ്. ശരിയായ പദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മലയാളത്തിൽ വ്യാകരണ നിയമപ്രകാരം ഒരു നിയമം പറയുന്നുണ്ട്. രേഭത്തിന് ശേഷം, രേഭം എന്ന് പറയുന്ന ര, റ, ഇർ എന്നൊക്കെ പറയുന്ന ഈ അക്ഷരങ്ങളെയാണ് നമ്മൾ രേഭം എന്ന് വിളിക്കുക. അപ്പൊ രേഭം എന്ന് പറയുന്ന അക്ഷരത്തിന് ശേഷം, രേഫത്തിന് ശേഷം വരുന്ന വ്യഞ്ജനം വേണമെങ്കിൽ ഇരട്ടിക്കാം, വേണ്ടെങ്കിൽ വേണ്ട. അതാണ് പറയുക. അപ്പൊ അത് നിർബന്ധമൊന്നും ഇപ്പോൾ ഇല്ല. വേണമെങ്കിൽ എഴുതാം. ഉദാഹരണം പറയാം, നമ്മൾ പണ്ടത്തെ ആളുകളൊക്കെ എഴുതിയിരുന്ന പാർവതി എന്ന് എഴുതിയിരുന്നത് വാ ഇരട്ടിച്ചായിരുന്നു പാർവതി എന്ന് എഴുതിയിരുന്നത്, അല്ലെ? അല്ലെങ്കിൽ സ്വർഗം എന്ന് എഴുതിയിരുന്നത് എങ്ങനെയായിരുന്നു? ഇരട്ടിച്ചായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്, അല്ലെ? അല്ലെ വർഗം എന്ന് എഴുതുന്നതൊക്കെ എന്തായിരുന്നു? ഇങ്ങനെ ഇരട്ടിച്ചായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എന്ത് എഴുതാണ്ട്? പാർവതിക്ക് ഇപ്പം ഈ നമ്മുടെ ക്ലാസ് കാണുന്ന ഏതെങ്കിലും പാർവതിമാർ വാ ഇരട്ടിച്ച് എഴുതാറുണ്ടോ? പാർവതി എന്നിങ്ങനെ എഴുതിയാൽ മതി. അപ്പൊ അതാണ് പറയുന്നത്, രേഫത്തിന് ശേഷം
എന്ത് ചെയ്താ വരുന്ന വ്യഞ്ജനം വേണമെങ്കിൽ ഇരട്ടിക്കാം അല്ലെങ്കിൽ വേണ്ട എന്നൊരു നിയമമുണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ആദ്യത്തെ എയും സിയും നോക്കിക്കേ, നിർ എന്ന് പറയുന്ന രണ്ട് വാക്ക്. അപ്പൊ അവിടെ വന്നിരിക്കുന്ന രേഫമാണ് ഇർ വന്നിരിക്കുന്നത്. അതിനുശേഷം വന്നിരിക്കുന്ന വ്യഞ്ജനം വ്യഞ്ജനമാണ്. അത് വേണമെങ്കിൽ ഇരട്ടിക്കാം അല്ലെങ്കിൽ വേണ്ട. അപ്പൊ ആക്ച്വലി ഈ രണ്ട് വാക്കും എന്താണ്? ഒറ്റ വാക്ക് തന്നെയാണ്. അത് രണ്ട് രീതിയിൽ എഴുതാമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? അങ്ങനെ വന്നു കഴിയുമ്പോൾ നിർജ്ജരി. ഇനി ഈ വാക്കിന്റെ അർത്ഥം എന്താണ്? നിർജ്ജരി എന്ന വാക്കിന്റെ അർത്ഥം, ഈ വാക്കിന്റെ അർത്ഥം ദേവസ്ത്രീ എന്നുള്ള അർത്ഥം വരിക. ദേവസ്ത്രീ എന്ന അർത്ഥമാണ് ഇതിന് വരിക. ഓക്കെ, ഇപ്പൊ വീണ്ടും ഉണ്ട്. അപ്പൊ ഇതിൽ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യം നമുക്ക് ഓപ്ഷൻ ഡി ഒഴിവാക്കാം. കാരണം ഇങ്ങനെ ഒരു വാക്കില്ല. പക്ഷെ ഇങ്ങനെ നിർജ്ജരി എന്ന് പറയുന്ന വാക്കുണ്ട്. നദി എന്ന അർത്ഥം വരുന്ന ഒരു വാക്കാണ്. നദി എന്ന അർത്ഥം വരുന്ന പദമാണ്. അപ്പൊ ഇതിൽ ഏതാണ് ശരിയായ പദം തിരഞ്ഞെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യുന്നു, നമുക്ക് ഇങ്ങനെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതെന്ത് ചെയ്യുക, നമ്മൾ യുക്തിപൂർവ്വം അതിനെ സമീപിക്കുക എന്നേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. അപ്പൊ ഇനി അടുത്തതിലേക്ക് പോവാം. നോക്കിക്കേ, ശരിയായ പദം തിരഞ്ഞെടുക്കുക. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഇത് ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു. ആൻസർ ഏതാണ്? ഈ നമുക്ക് ആവശ്യമുള്ളിടത്ത് ഇരട്ടിക്കും, ആവശ്യമില്ലാത്തിടത്ത് ഇരട്ടിക്കില്ല, അല്ലേ? അപ്പോൾ അങ്ങനെയാണ് വരേണ്ടത്. പക്ഷെ ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പൊ ഇവിടെ നിശബ്ദത, നമ്മുടെ ഉച്ചാരണം അങ്ങനെയാണ്, നിശ് ആ രീതി വരാം. അപ്പൊ നിശബ്ദത എന്നാണ് ഇവിടെ വരേണ്ടത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ ചെയ്തല്ലോ. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം, എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരും അത് എഴുതുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ കാരണം കേട്ടിരിക്കുന്ന വാക്കുകൾ, ബാക്കി ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി ഈ വാക്കുകളൊന്നും കേൾക്കാൻ തരമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, കേട്ട സാധ്യതയുള്ള ഒരു വാക്കിലേക്ക് ചിലപ്പോൾ ആൻസർ പോവാം, അല്ലെങ്കിൽ നമ്മുടെ ചിന്ത പോകാം. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഉദ്ഗ്രഥിതം എന്ന് പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടിക്കെട്ടിയെന്നോ കൂടിച്ചേർന്നതോ എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ് ഉദ്ഗ്രഥിതം. അപ്പോ ഓർത്തിരിക്കുക ആ ഒരു ഭാഗം. ഉദ്ഗ്രഥിതം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിച്ചേർന്ന, കൂട്ടിക്കെട്ടിയ എന്നൊക്കെ അർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് ഉദ്ഗ്രഥിത വിദ്യാഭ്യാസം എന്നൊക്കെ കേട്ടിട്ടില്ലേ, സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്. അപ്പൊ അങ്ങനെ ഉദ്ഗ്രഥിതം എന്ന് വേണമെങ്കിൽ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി അടുത്തത്, ശരിയായ പദം തിരഞ്ഞെടുക്കുക. നോക്കിക്കേ, ഈ ഇവിടെ തിരഞ്ഞെടുപ്പ് വന്നേക്കുന്ന കണ്ടോ? ഇപ്പൊ എന്ത് കാരണത്താലാണ് ഇങ്ങനെ രണ്ടും വരുന്നത്? മുകളിലും തിരഞ്ഞെടുക്കുക എന്നാവുന്നിരിക്കുക. അപ്പോൾ ഒരേ PSC തന്നെ ഇടുന്ന രണ്ട് രീതിയിൽ വരുന്നു. ആക്ച്വലി അതെന്താ ഉദ്ദേശിക്കുന്നത്? തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന വാക്ക് അവിടെ ഒരു എന്താണ്, ഒരു പ്രാദേശിക ഭാഷാഭേദം മാത്രമായിട്ട് അതിനെ കൺസിഡർ ചെയ്യാവുള്ളൂ. എഴുതുമ്പോൾ തിരഞ്ഞെടുപ്പ് എന്നേ ഉപയോഗിക്കാവൂ. ഓക്കെ, ഇനി ശരിയായ പദം തിരഞ്ഞെടുക്കുക. സ്വച്ഛന്തം. ഉച്ചാരണം നമുക്ക് അങ്ങനെ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ആ രീതിയിൽ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കൺഫ്യൂഷൻ വരാനും ഒരു 5 മിനിറ്റ് ലേറ്റ് ആക്കാനും വേണ്ടിയിട്ട് PSC വേറെ രീതിയിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? കൺഫ്യൂഷൻ വരുത്തുന്ന രീതി. ഓപ്ഷൻ എ 3 ശരിയാണ് എന്ന് കൊടുത്തിരിക്കുന്നു. അതായത് ഏതാണ് വരേണ്ടത്? ഇവിടെ ഈ സാധനം ശരിയായി വരണം. ഈ സ്വച്ഛന്തം ശരിയാണോ? ഇതല്ല. ഓപ്ഷൻ ബി 4 ശരിയാണ് എന്ന് പറയാം. 4 ഈ സ്വച്ഛന്തം ശരിയാണോ? ഇതുമല്ല. ഓപ്ഷൻ സി 1 ശരി. സ്വച്ഛന്തം ശരിയാണോ? 1 ശരി. അതായത് ഇത് സ്വച്ഛന്തം, ഇതും ശരിയല്ല. പിന്നെ എന്താണ്? ഓപ്ഷൻ ഡി 2 ശരി. യെസ്, 2 ശരി, സ്വച്ഛന്തം. അപ്പോൾ ഉത്തരം വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സ്വച്ഛന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്വച്ഛന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ഇഷ്ടം, അല്ലെ? തന്നിഷ്ടം, സ്വന്തം ഇഷ്ടം എന്നൊക്കെ ആ അർത്ഥത്തിൽ വരുന്നതാണ്. സ്വച്ഛന്തമായി ചിന്തിക്കുക, സ്വന്തം ഇഷ്ടത്തോടു കൂടി ചിന്തിക്കുക എന്നൊക്കെ അർത്ഥത്തിൽ വരുന്നു. അപ്പൊ ഇവിടെ സ്വച്ഛന്തം ഈ രീതിയിലാണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇതേ രീതിയിൽ ചോദ്യങ്ങൾ ധാരാളമായിട്ട് വരാം. ഇത് നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ, യാദൃശ്ചികം. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണ്. ശരിയായ പദം ഇതിലേതാണ്? ഓപ്ഷൻ സി, യാദൃച്ഛികം. ഒരിക്കലും എയിലേക്ക് പോകരുത്, എ അല്ല. ഓക്കെ, ഇനി അടുത്തത്, ശരിയായ പദം എടുത്തെഴുതുക. ശരിയായ പദം എടുത്തെഴുതുക. കവയത്രി, കവിയത്രി, കവിയിത്രി ആൻഡ് കവിത്രി. ഏതായിരിക്കും വരിക? അപ്പൊ ഇതും വേറെ രീതിയിൽ ചോദിക്കാം.
കവി എന്ന വാക്കിന്റെ സ്ത്രീലിംഗം ഏതാന്ന് ചോദിക്കാം. കവി എന്ന വാക്കിന്റെ ഇപ്പൊ ലിംഗവുമായിട്ട് കണക്റ്റഡ് ആണ്. സ്ത്രീലിംഗ പുല്ലിംഗവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഇതിൽ ശരിയായ പദം ഏതാണ്? കവി എന്ന വാക്കിന്റെ എതിർലിംഗമായിട്ട് PSC ഇതുവരെയായിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത് ഈ ഒരു വാക്കാണ്, കവയിത്രി എന്ന് പറയുന്ന വാക്കാണ്. കവയിത്രി. ഈ കവയിത്രി എന്ന് പറയുന്ന വാക്ക് ഓപ്ഷനിൽ വന്നിരിക്കുന്നത് ഏതാണ്? യെസ്, ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ. അപ്പൊ ഇതിനെ പിന്നീട് എന്താണ് ഈ പണ്ഡിതരൊക്കെ ചില അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. കവി എന്ന് പറയുന്ന വാക്കിനെ പുല്ലിംഗമായിട്ട് കൺസിഡർ ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതായത് കവി എന്ന് പറയുന്നതിന് പുല്ലിംഗ ശബ്ദമല്ല. അതുകൊണ്ട് തന്നെ കവയിത്രി എന്ന് പറയുന്ന വാക്ക് സ്ത്രീലിംഗ ശബ്ദവുമല്ല എന്നൊരു വാദമൊക്കെ ഈ ഭാഷാ പണ്ഡിതന്മാർക്കിടയിൽ നടന്നിട്ടുണ്ട്. അപ്പം ഈ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനയിതാവ് എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ജനയിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനകൻ, ജനിപ്പിച്ചയാൾ എന്ന അർത്ഥത്തിൽ വരുന്ന വാക്കാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന് സ്ത്രീലിംഗമായിട്ട് വരുന്ന വാക്ക് ഏതാണ്? ജനയിതാവ് എന്ന വാക്കിനെ ജനിത്രി എന്നോ അല്ലെ ജനിത്രി എന്നോ ജനനി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ തന്നെ കവയിതാവ് എന്നൊരു വാക്കുണ്ട് എന്നും കവയിതാവ് എന്നൊരു വാക്കുണ്ട് എന്നും ആ വാക്കിന്റെ എതിർലിംഗമാണ് കവയിത്രി എന്ന് ചില പണ്ഡിതർ പറയുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. മേ ബി കവി എന്ന വാക്കിന്റെ എതിർലിംഗം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മടിക്കാതെ തന്നെ എന്താ കവയിത്രി എന്ന് തന്നെ എഴുതുക. ഇനി അതേപോലെ തന്നെ ഈ പറയുന്ന കവി എന്നതിന് പകരമായിട്ട് കവയിതാവ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതിന്റെയും എതിർലിംഗം എന്താണ്? കവയിത്രിയാണ്. ഓക്കെ. അപ്പോൾ അത് ഓർത്തു വെക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അപ്പം സിമ്പിളായ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം, ചിലപ്പോൾ ടഫായ ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. എന്തായാലും 2 ചോദ്യങ്ങൾ പദശുദ്ധിയിൽ നിന്നും നമുക്ക് കഴിഞ്ഞ ചോദ്യപേപ്പറെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നോക്കുകയാണെങ്കിൽ 2 ചോദ്യങ്ങൾ ഒരുപക്ഷെ പദശുദ്ധിയെ ബേസ് ചെയ്തുകൊണ്ട് വരാം. അതായത് 2 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് പദശുദ്ധി. ഇനി നോക്കിക്കേ, ശരിയായ പ്രയോഗം തിരിച്ചറിയുക. ശരിയായ പ്രയോഗം ഒരു അർച്ചന അല്ലെ, അർച്ചന, അഞ്ജലി, കൂപ്പുകൈ എന്ന അർത്ഥത്തിൽ വരുന്ന വാക്കാണ്. അപ്പൊ ഇതിൽ അഞ്ജലി ഏതാണ്? പലരും തെറ്റിച്ച് എഴുതുന്ന വാക്കാണ് ഈ ജ. ഇത് എഴുതും. അപ്പൊ ഇത് എഴുതി കഴിഞ്ഞാൽ തെറ്റിപ്പോവും. അഞ്ജലി, ഞാൻ ആദ്യം വരണം. ശരിയായ വാക്ക് ഇത് അല്ല. അപ്പൊ ഇത് രണ്ടും അല്ല എന്ന് ഓർക്കുക. പിന്നെ അടുത്ത് നോക്കിയേ, തെറ്റില്ലാത്ത പദങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ഒന്നാമത്തേത് കുട്ടിത്വം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ കുട്ടിത്വം എന്ന് പറയുന്നത് തെറ്റാണ്. കണ്ടുപിടുത്തം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. കണ്ടുപിടുത്തം തെറ്റാണ്. ക്രീഡ, കളി ശരിയാണ്. കാഠിന്യം ശരിയാണ്. 2, 3 ശരിയായി വരുന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ ആൻസർ കിട്ടുന്നു. തെറ്റില്ലാത്ത പദങ്ങൾ ഏതെല്ലാം? ചിലപ്പോൾ ഇങ്ങനെയും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാം. അതിനെയും എന്ത് ചെയ്യുക? നിങ്ങൾ യുക്തിപൂർവം സമീപിക്കുക എന്നാണ് ഈ ഒരു സമയം പറയാനുള്ളത്. ഇനി അടുത്ത് നോക്കിക്കേ, ശരിയായ പദം കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ എ തിരശ്ചീനം, തിരശ്ചീനം. നമ്മൾ ആദ്യമേ പറഞ്ഞ നിയമങ്ങൾ നിങ്ങളെല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കും. പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ചോദ്യം, അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ അത് നമ്മൾ തറവായി പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ചിലപ്പം ആൻസർ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. തിരശ്ചീനം, ഇവിടെ ആൻസർ ഓപ്ഷൻ എ ചില ആളുകൾ എഴുതി വെക്കും, പക്ഷെ അല്ല. അവിടെ ആൻസർ ഏതാണ്? തിരശ്ചീനം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? തിരശ്ചീനം. ഇതാണ് തിരശ്ചീനം എന്ന് പറയുന്ന വാക്ക്. ഓക്കെ. ഇനി അടുത്തത്, താഴെ കൊടുത്തവയിൽ ശരിയായ പദമേത്? ഇപ്പൊ ഈ പറയുന്ന മുകളിൽ കൊടുത്തിരിക്കുന്ന പല ക്വസ്റ്റ്യൻസിന്റെയും എന്താണ് ഓപ്ഷൻസ് ആണ് ഇവിടെ വന്നിരിക്കുക. യാദൃശ്ചികം തെറ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. അതിഥി, ഇത് നമ്മൾ കണ്ടോ? ഇല്ല. അഞ്ജലി നമ്മൾ കണ്ടു. അഞ്ജലി ശരിയാണോ? ഇത് തെറ്റാണ്. പിന്നെ അതിഥി എന്ന് പറയുന്ന വാക്കോ? യെസ്, ഈ അതിഥി, ഇങ്ങനെ ഒരു അതിഥി ഉണ്ടല്ലോ, അതിഥി, അതല്ല ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ വാക്കും തെറ്റാണ്. ഈ അതിഥിയുടെ അർത്ഥം എന്താണ്?
ഈ അതിഥിയുടെ അർത്ഥം ദേവമാതാവ് എന്ന അർത്ഥമാണ്. ദേവമാതാവ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതല്ലെങ്കിൽ ഒരു ദേവീനാമമെന്നോ അതല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേരിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പൊ ഇതല്ലാതെ വേറൊരു അതിഥിയുണ്ട്. ഈ അതിഥിയോ നമ്മള് നമ്മുടെ വീട്ടിൽ ക്ഷണിതാവായിട്ട് വരുന്ന ആളും അല്ലേ? ക്ഷണിക്കാൻ തിഥി നോക്കാതെ വരുന്നയാൾ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം. തിഥി നോക്കാതെ വരുന്നയാൾ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദമാണ് അതിഥി. ഈ അതിഥി ദേവമാതാവെന്നോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേരിനെയോ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ അതിഥി. എന്നാൽ ഈ അതിഥി തെറ്റാണ്. പിന്നെ മിച്ചം വരുന്ന ഏതാണ്? യെസ്, അനുഗ്രഹം ലഭിച്ചവൻ എന്ന അർത്ഥത്തിൽ വരുന്ന ഒറ്റപ്പദം അനുഗ്രഹീതൻ. മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ കണക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. മാക്സിമം എന്ത് ചെയ്യുക? പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഈ പറയുന്ന പദങ്ങളെയും ഒന്ന് പരിചയപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു 2 മാർക്ക്, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന 2 മാർക്ക് അല്ലെങ്കിൽ 2 3 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. ഇനി അടുത്ത നോക്കിയേ, ശരിയായ പദം എഴുതുക. ശരിയായ പദം എഴുതുക. മധ്യാഹ്നം, 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 മധ്യാഹ്നം. ഏതാണ് വരിക? സിമ്പിൾ ആയിരിക്കും. ഉച്ചസമയം അല്ലേ? നേരത്തിൽ വരുന്ന വാക്ക് ഇതിൽ ഏതാണ്? മധ്യാഹ്നം. സന്ധിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പദം ഉണ്ടായി വന്നിരിക്കുക. സന്ധി നിയമത്തിൽ ഇത് വരുന്നതാണ്. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണോ? അല്ല. ഓപ്ഷൻ ബി ആണോ? അല്ല. പിന്നെ ഏതാണ്? മധ്യാഹ്നം. ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത് നോക്കിയേ, ശരിയായ വാക്കുകൾ ഏത്? ശരിയായ വാക്കുകൾ ഏത്? ചിലപ്പോ ഇതിൽ ഒരെണ്ണത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരെണ്ണത്തിന്റെ ഉത്തരം തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോ ഇത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ചോദ്യമാണ് നമുക്ക് KS എക്സാമിന് വരുന്നതെങ്കിൽ ഒരു 50% ആളുകൾ ചിലപ്പോൾ തെറ്റിക്കാം. 50% ആളുകൾ തെറ്റിക്കാം. ഒരു 25% ആളുകൾ ഡൗട്ട് അടിച്ച് ചിലപ്പോൾ വിടാം. ബാക്കി 25% ആൾക്കാർക്ക് തെറ്റിപ്പോവാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 25% ആൾക്കാർക്ക് ശരിയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 50% ആൾക്കാർക്ക് തെറ്റിപ്പോവാം. 25% ആൾക്കാർ അറിയില്ലായിരിക്കാം. ഇങ്ങനെ ഏത് രീതി വേണമെങ്കിലും അങ്ങോട്ട് തിരിച്ചോ മറിച്ചോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കണക്ക് കൂട്ടിക്കോ. പക്ഷേ ഇവിടെ ഏതായിരിക്കും ഉത്തരം വരിക? രക്ഷകർത്താവ്, രക്ഷാകർത്താവ്, ഹാർദവം, ഹാർദം. അപ്പൊ ഇതും ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കും അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇതാണ്. അപ്പൊ അതിലേക്ക് നമുക്ക് വരാം. നോക്കിക്കേ, ഇവിടെ രക്ഷകർത്താവ് ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. സീതാദേവി, സീതാദേവി ഇങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ എഴുതുന്നത് അല്ലേ? അപ്പൊ അതിനെ സംസ്കൃതത്തിൽ എഴുതി കഴിയുമ്പോൾ എങ്ങനെയാണ്? സീതദേവി എന്നാണ് വരിക. അതായത് അവിടെ എന്ത് ചെയ്യുന്നില്ല? ഈ 2 സ്ത്രീലിംഗ ശബ്ദങ്ങളെ ചേർക്കുന്ന പദങ്ങളിടയിൽ ദീർഘം ആവശ്യമായിട്ട് വരുന്നില്ല. എന്നാൽ മലയാളത്തിൽ അത് ഉപയോഗിക്കുന്നു, സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഇവിടെ രക്ഷകർത്താവ് എന്ന് പറയുന്ന ടേം എവിടെയാ? ഇത് സംസ്കൃത വാക്കാണ്, രക്ഷകർത്താവ്. മലയാളത്തിൽ അത് ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കും? രക്ഷാകർത്താവ് എന്നാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുക. രക്ഷാകർത്താവ്. മലയാളത്തിൽ വരുന്ന ശരിയായ വാക്ക് ഏതാണ്? രക്ഷാകർത്താവാണ്. ഹാർദവം എന്നൊരു വാക്കില്ല. ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നത് PSC എക്സാമിന് മുമ്പ് വരെയുള്ള അനൗൺസ്മെന്റുകളിലായിരുന്നു. PSC എക്സാമിന് എന്ന് വെച്ചാൽ ഈ ഒരു ചോദ്യം വരുന്ന ആ ഒരു കാലഘട്ടം വരെ. പിന്നീടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊന്നും ഇങ്ങനെയുള്ള ഹാർദവം വന്ന് ഇപ്പൊ എല്ലാ ആളുകൾക്കും, ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയാം. PSC പഠിക്കുന്ന ഏതൊരാൾക്കും അറിയാം ഈ ഹാർദവം തെറ്റാണെന്നും ഹാർദമാണ് ശരി എന്നുള്ളത്. അപ്പൊ ഇവിടെ 2 വാക്കുകളാണ് ഇവിടെ ശരിയായിട്ടുള്ളത്, 2ഉം 4ഉം. അപ്പോൾ അത് ഓപ്ഷൻ വരുന്ന ഏതാണ്? 1ഉം 3ഉം ശരിയാണ് തെറ്റ്, 2ഉം 3ഉം ശരിയാണ് തെറ്റ്, 1ഉം 4ഉം ശരി തെറ്റ്, 2ഉം 4ഉം ശരി. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ രക്ഷാകർത്താവ് എന്നുള്ളതാണ് ശരിയായ വാക്ക്, രക്ഷകർത്താവല്ല. പലപ്പോഴും നമ്മൾ രക്ഷകർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ല ഇവിടെ വരിക, രക്ഷാകർത്താവാണ് ശരിയായ പദം. ഓക്കെ, ഇനി അപ്പൊ ഇത് എന്താ ഇങ്ങനെ വരാനുള്ള കാരണം? ചിലയിടങ്ങളിൽ അതിങ്ങനെ ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തെറ്റിപ്പോകുന്ന വേറൊരു ഭാഗമുണ്ട്. വേറൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില എഴുതുന്ന രീതി പല ആൾക്കാരും എഴുതി വെക്കുന്നതാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, അതിൽ പ്രവൃത്തി എന്ന് എഴുതാറുണ്ട്. ഇപ്പൊ പല ബോർഡുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, പല വഴികളുടെ സൈഡിലൊക്കെ വെച്ചിരിക്കുന്നത്. പല ആൾക്കാരും എഴുതിയിരിക്കുന്ന പ്രവൃത്തി എന്ന് എഴുതുന്നത് എങ്ങനെ എഴുതുന്നേ? ഇങ്ങനെയാണ് എഴുതുക, പ്രവൃത്തി. ഈ പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ ഓർത്തോണം അത് തെറ്റാണ്. കാരണം
നാമപദങ്ങളാണ്. ഈ ആവൃത്തി എന്ന് പറയുന്നതും പ്രവൃത്തി എന്ന് പറയുന്നതും നിവർത്തി എന്ന് പറയുന്നതും പരിവൃത്തി എന്നൊക്കെ പറയുന്നത് നാമപദങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നാമപദങ്ങളെ ഒരിക്കലും എങ്ങനെ എഴുതാൻ പാടില്ല? ആവർത്തി എന്ന് എഴുതാൻ പാടില്ല. ഇങ്ങനെ എഴുതിയാൽ തെറ്റി. പ്രവൃത്തിയെ പ്രവൃത്തി എന്ന് എഴുതാൻ പാടില്ല, തെറ്റിപ്പോവും. നിവർത്തിയെ നിവർത്തി എന്ന് എഴുതാൻ പാടില്ല. അതായത് നാമപദമാണെങ്കിൽ അങ്ങനെ എഴുതാൻ പാടില്ല, തെറ്റിപ്പോവും. പരിവൃത്തിയെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? പരിവർത്തി എന്ന് എഴുതാൻ പാടില്ല. ഇങ്ങനെ എഴുതിയാലും തെറ്റാണ്. ഇനി ഇതൊക്കെ ഈ നാമപദത്തെ അതിനകത്ത് കുറെ പ്രത്യയങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ക്രിയാപദമായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ വീണ്ടും മാറും. അപ്പൊ അതെന്താണ്? ആവർത്തി എന്നതിനെ ക്രിയ ആകുമ്പോഴത്തേക്ക് ആവർത്തിക്കുക എന്നായി മാറും. അപ്പോൾ ഇത് നമുക്ക് ഒരിക്കലും തെറ്റില്ല. കാരണം നമ്മളിങ്ങനെ ആവർത്തിക്കുക എന്ന് എഴുതുവോ? ഇല്ല. ഇത് ഒരിക്കലും സംഭവിക്കില്ല. പ്രവർത്തിക്കുക, ചില ആൾക്കാർ പ്രവർത്തിക്കുക എഴുതും, ചില ആൾക്കാർ പ്രവൃത്തിക്കുക എന്ന് എഴുതും, ചില ആൾക്കാർ പ്രവർത്തിക്കുക, തെറ്റാണ്. നിവർത്തിക്കുക, ചില ആൾക്കാർ എഴുതും നിവൃത്തിക്കുക, ഇങ്ങനെ എഴുതി വെക്കും, നിവർത്തിക്കുക, തെറ്റാണ്. പരിവർത്തിക്കുക, പരിവൃത്തിക്കുക, ഇങ്ങനെ എഴുതും. അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ ഇവിടെ പരിവർത്തിക്കുക ഇങ്ങനെ എഴുതണം, നിവർത്തിക്കുക ഇങ്ങനെ എഴുതണം, പ്രവർത്തിക്കുക ഇങ്ങനെ എഴുതണം, ആവർത്തിക്കുക ഇങ്ങനെ എഴുതണം. അതേപോലെ തന്നെ നാമം ആവുമ്പോഴത്തേക്കും അവിടെ ആവൃത്തി, പ്രവൃത്തി, നിവൃത്തി, പരിവൃത്തി ഇങ്ങനെ വേണം എഴുതാൻ. ഓക്കെ, അപ്പൊ ഇത് തെറ്റിക്കില്ലല്ലോ, ഇങ്ങനെ ഓർത്തു വെക്കുക. ഇനി നമ്മൾ ആദ്യമേ കണ്ടതുപോലെ തന്നെ വേറൊരു വാക്ക്, നമുക്ക് ഈ ആവശ്യമുള്ളിടത്ത് ആവശ്യമൊക്കെ ദീർഘം ചേർത്ത് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന കുറേ വാക്കുകൾ നമ്മൾ കഴിഞ്ഞ 1-2 വീഡിയോയിലായിട്ട് ഇതിൻ്റെ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ കണ്ടു. കാണാത്തവരത് കാണുക. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതൊക്കെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് വാക്കുകളെയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് നോക്കുക. മണലാരണ്യം നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ്. സ്ഥിരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പലരും പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ സംസാരത്തിനിടയിലോ ഒക്കെ കേൾക്കുന്ന മണലാരണ്യം. മണലാരണ്യം എന്ന വാക്ക് കേട്ട് കഴിയുമ്പോൾ ഓർക്കുക, അത് തെറ്റാണ്. ശരിയായ വാക്ക് എന്താണ്? മണലരണ്യം എന്നാണ് കേട്ടോ. മണലരണ്യം എന്നാണ്. മണലാരണ്യം എന്നൊരു വാക്കേ ഇല്ല. അപ്പൊ ഇവിടെ ഒന്നിലും എന്ത് വേണ്ട? ഈ ദീർഘം വേണ്ട. മണലാ വേണ്ട. അപ്പോ ഈ റോസാപ്പൂവ് അല്ലേ, റോസാപ്പൂവ് എന്ന് നമ്മൾ പറയാറുണ്ടോ? റോസാപ്പൂവ് അല്ല മക്കളെ, അവിടെ എന്താ? റോസപ്പൂവാണ്. അവിടെ ദീർഘം വേണ്ട. മനസ്സിലായോ? റോസപ്പൂവ് എന്ന് മതി. അടുത്ത നോക്കി, ദേശീയപാതാ വികസനം. ദേശീയപാതാ വികസനം എന്ത് വേണ്ട? പാത കഴിഞ്ഞിട്ട് ദീർഘം വേണ്ട. ദേശീയപാത വികസനം, ദേശീയപാത വികസനം. അടുത്തത് വഞ്ചനാകുറ്റത്തിന് കേസെടുത്തു. വഞ്ചനാകുറ്റം, വഞ്ചനാകുറ്റം. വഞ്ചനാകുറ്റം എന്നാവണമെങ്കിൽ എങ്ങനെ എഴുതണം? വഞ്ചനക്കുറ്റം അല്ലെ, വഞ്ചനക്കുറ്റം എന്നായി മാറണം. ഇപ്പൊ വഞ്ചനാകുറ്റം എന്നായി മാറും. വഞ്ചനക്കുറ്റം എന്നാണ് കേട്ടോ, വഞ്ചനക്കുറ്റം. അടുത്തത്, അപ്പൊ ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും, ഈ പറയുന്ന ഒരു തേങ്ങാക്കൊലയും വരില്ല. തേങ്ങാക്കൊല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ്. എന്ത്? തേങ്ങക്കൊല എന്നാണ്. തേങ്ങക്കൊല അങ്ങനെയാണല്ലോ ഉച്ചാരണം. തേങ്ങയുടെ കുല അല്ലെ, തേങ്ങയുടെ കുല, തേങ്ങക്കുല എന്നാണ്. അടുത്തത് എന്താ? തേങ്ങാ സംഭരണമല്ല, തേങ്ങ സംഭരണമാണ്. തേങ്ങ സംഭരണം. അടുത്തത് തേങ്ങാ പിണ്ണാക്കല്ല, തേങ്ങ പിണ്ണാക്കാണ്. തേങ്ങ പിണ്ണാക്കാണ്. തേങ്ങ പിണ്ണാക്ക്, തേങ്ങാ പിണ്ണാക്കല്ല, തേങ്ങ പിണ്ണാക്കാണ്. അടുത്തത് നമുക്ക് വളരെ ഇഷ്ടമുള്ളതാണ്, മാങ്ങാ ചമ്മന്തി. മാങ്ങാ ചമ്മന്തി അല്ല, മാങ്ങ ചമ്മന്തിയാണ്. മാങ്ങ ചമ്മന്തി, മാങ്ങ ചമ്മന്തി. അപ്പൊ അവിടെ എന്ത് വരണം? യെസ്, ഇരട്ടിക്കണം. മാങ്ങ ചമ്മന്തിയാണ്. ഇനി കേരളത്തിന്റെ വളർച്ചാ നിരക്ക് വേണ്ട, കേരളത്തിന്റെ വളർച്ച നിരക്കാണ്. കേരള സർക്കാർ വേണ്ട, കേരള സർക്കാരാണ്. ഇനി കേരള സർക്കാരിന്റെ വായ്പാ നയം വേണ്ട, വായ്പ നയമാണ്. ഇനി ആളുകളിൽ അല്പം വിട്ടുവീഴ്ച മനോഭാവം വേണ്ട, വിട്ടുവീഴ്ച മനോഭാവമാണ്. ഇനി ഓഹരി തളർച്ചാ നിരക്ക്, തളർച്ചാ നിരക്കില്ല, തളർച്ച നിരക്കാണ്. താഴ്ചാ നിരക്ക് അല്ല, താഴ്ച നിരക്കാണ്. അപ്പൊ ഇതില് കുറച്ചൊക്കെ നിങ്ങളെ കൺഫ്യൂഷൻ അടിപ്പിച്ചേക്കാം. അയ്യോ ഇങ്ങനെയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മേ ബി ചിലപ്പോൾ വന്നിരിക്കാം. കാരണം ഇതെല്ലാം നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്.
മിക്കതും. അപ്പോൾ ഇതിൽ ഈ ക്ലാസ് കാണുന്ന ആ, പല എന്താണ് സ്ത്രീ ജനങ്ങൾക്കും ചിലപ്പോൾ സംശയം ഉണ്ടാവും. കാരണം ഇതൊക്കെ മിക്കതും നമ്മൾ ഡെയിലി ലൈഫിൽ മാങ്ങാ ചമ്മന്തി എന്നുള്ളതാണ് എല്ലായിടത്തും പറയാറുള്ളത് അല്ലേ? തേങ്ങാ പിണ്ണാക്ക്, തേങ്ങാ സംഭരണം, തേങ്ങാക്കൊല ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പണ്ട് തൊട്ടേ പറഞ്ഞു വരുന്നതാണ്. ഇപ്പൊ ഇവിടത്തേക്ക് മെയിൻ പ്രശ്നം എന്താണ്? സംസാരിച്ചത് വായുമൊഴിയിലൂടെയാണോ എന്ന് ഓരോന്നോരോന്ന് എന്ത് ചെയ്യുക സ്പ്രെഡ് ചെയ്യുന്നത്. നമ്മുടെ കൊറോണയൊക്കെ സ്പ്രെഡ് ചെയ്തെന്ന് പറയുന്ന പോലെ തന്നെ വായുമൊഴിയിലൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ ചില ആളുകൾ നീട്ടി പറഞ്ഞിരിക്കാം. ആ നീട്ടൽ പിന്നീട് കേട്ട് വളർന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ ആക്ച്വലി ഇവയൊന്നും എന്താ ആവശ്യമില്ല? ദീർഘം ആവശ്യമില്ല. ശുദ്ധ മലയാള പദങ്ങളാണ് ഇവയ്ക്ക്. ശുദ്ധ മലയാള പദങ്ങളിൽ ദീർഘം ചേർക്കേണ്ടതില്ല എന്നൊരു നിയമം ഉണ്ട്. ഓക്കെ. അപ്പൊ നോക്കുക, ഈ വാക്കുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഒത്തിരി നിയമങ്ങളൊന്നും പഠിക്കേണ്ട. ഒത്തിരി നിയമങ്ങളൊക്കെ പഠിച്ചാൽ പോയിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവും. അപ്പൊ അത്യാവശ്യം നമുക്ക് ഈ പറയുന്ന ഒരു എക്സാമിന് മാർക്ക് കിട്ടുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഇതേപോലെ തന്നെ വരുന്ന കുറച്ച് വാക്കുകളെ കൂടി നമുക്കൊന്ന് ഇതേപോലെയല്ല മറ്റ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറയാതെ പോയ ചില വാക്കുകളെ കൂടി ഒന്ന് പറഞ്ഞ് മുന്നോട്ട് പോവാം. അപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ചില വാക്കുകളുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മൾ ആ വിദ്യുച്ഛക്തി, അന്തഃഛിദ്രം അതൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള സാധനങ്ങൾ വരുന്നു. അപ്പൊ നമ്മൾ പെട്ടെന്ന് പലപ്പോഴും എഴുതുന്ന വാക്കാണ് പെട്ടെന്ന്. പറയുമ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് എന്നാണ് പറയുന്നത് അല്ലേ? എഴുതുന്നത് എങ്ങനെയാണ് മക്കളെ? പെട്ടെന്ന് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ പെട്ടെന്ന് എന്ന അർത്ഥം വരുന്ന ഒരു വാക്കാണ് ഏത് വാക്കാ? പെട്ടെന്ന് എന്നർത്ഥം വരുന്ന വാക്ക് ജഡുതി എന്നൊരു വാക്കുണ്ട്. ജഡുതി അല്ലേ? ഈ ജഡുതി എന്ന് പറയുന്ന വാക്ക് ശരിയാണോ? ചടുതി. ചടുതി എന്ന് പറയുന്ന വാക്ക് തെറ്റാണ്. അതെങ്ങനെയാ? ചഠിതി എന്നാണ് എഴുതേണ്ടത്. ചടി പെട്ടെന്ന് എന്നർത്ഥം വരുന്ന വാക്കാണ്. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം, വേഗത്തിൽ എന്നൊക്കെ അർത്ഥത്തിൽ വരുന്ന വാക്കാണ് ചടുതി. പിന്നെ കേരളത്തിലെ പല ആളുകളും ലുബ്ധന്മാരാന്ന് പറയുന്നുണ്ട്. ലുബ്ധൻ. ഇങ്ങനെ ഒരു ലുബ്ധൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം കയറി ടിക്ക് മാർക്ക് അല്ലെങ്കിൽ കറപ്പിക്കാൻ നിൽക്കരുത്. കാരണം ഈ ലുബ്ധൻ തെറ്റാണ്. അവിടെ എന്താണ് ലുബ്ധൻ എന്ന അർത്ഥം വരണമെങ്കിൽ എങ്ങനെ വരണം? യെസ്, ഈ ധനത്തിന്റെ ദാ വരണം കേട്ടോ. ലുബ്ധൻ ഇതാണ് ശരിയായ വാക്ക്. ഈ ധനത്തിൻ്റെതല്ലാത്ത ദയയുടെ തായാണെങ്കിൽ ലുബ്ധൻ തെറ്റാണ്. അപ്പൊ ശരിക്കും ലുബ്ധനാവണമെങ്കിൽ എന്ത് ചെയ്യണം? ധനത്തിന്റെ ദാ തന്നെ വരണം. ഓക്കെ, അങ്ങനെയും ഓർത്തിരിക്കാം വേണമെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പറയില്ലേ, ഇപ്പം ചങ്കുകളൊക്കെ ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് ഒരുത്തൻ മാത്രം മിണ്ടാതിരിക്കുകയാണെങ്കിൽ പണ്ടത്തെ തലമുറയാണ് ചോദിക്കും ചിലപ്പം, എന്താണ് നിനക്ക് ഇത്ര വിമ്മിഷ്ടം എന്ന് ചോദിക്കാറുണ്ട് അല്ലേ? വിമ്മിഷ്ടം ഇപ്പോഴും പറയുന്നതാണ്. ഒരു വിമ്മിഷ്ടം പോലെ. വിമ്മിഷ്ടം എന്നൊരു വാക്ക് നമുക്കില്ല കേട്ടോ. അതിന് പകരമായിട്ട് ഉപയോഗിക്കേണ്ട വാക്ക് വിമ്മിട്ടം എന്ന് പറയുന്ന വാക്കാണ്. വിമ്മിട്ടം. വിമ്മിട്ടം എന്ന വാക്കാണ് ശരി. വിമ്മിഷ്ടം എന്നൊരു വാക്ക് നമുക്ക് ഇല്ല. പിന്നെ അതേപോലെ തന്നെ ഹാർദവും ഓർത്തിരിക്കുക. അനുഗ്രഹീതം ഞാൻ പറഞ്ഞു. പിന്നെ നമുക്ക് പലപ്പോഴും വരവ് ചെലവ് എന്ന് പറയുന്ന ഒരു ഭാഗം. അപ്പൊ പലപ്പോഴും ആളുകൾ എഴുതുന്നതാണ് ചിലവ്. ചിലവ് എന്ന് പറയുന്ന വാക്കിന് ചില ഡിക്ഷണറികൾ അർത്ഥം വരുന്നുണ്ട്. ചിലവ് എന്നൊരു വാക്കിന് നമുക്ക് ഈ ക്ലാവ് എന്ന അർത്ഥത്തിൽ ഒരു വാക്ക് പറയുന്നുണ്ട്. ക്ലാവ്. ഈ നമ്മുടെ നാണയങ്ങളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഓട്ടുപാത്രങ്ങളൊക്കെ പറ്റി പിടിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. അതിന് ക്ലാവ്, ചിലവ് എന്നതിന് ക്ലാവ് എന്നൊരു അർത്ഥം പറഞ്ഞു കാണുന്നുണ്ട്. പക്ഷെ അതിൽ ആ ഒരു രീതിയിലല്ല, ആ ഒരു അർത്ഥത്തിലല്ല നമ്മൾ ചിലവ് അറിയപ്പെടുന്നത് തന്നെ അല്ലേ? നമ്മുടെ എക്സ്പെൻസ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ചെല്ലുന്നത് എന്ന അർത്ഥത്തിൽ ചെല്ലുന്നത് ചെലവ്. മനസ്സിലായോ? ചെല്ലുന്നത് ചെലവും വരുന്നത് വരവുമാണ്. അപ്പൊ ചെലവ്, വരവ് അങ്ങനെയാണ് ആ വാക്ക് വരുന്നത് കേട്ടോ. ചെലവ്, വരവ്. ഒരിക്കലും ചിലവല്ല. അതായത് ചെലവഴിക്കുക എന്ന അർത്ഥത്തിൽ ചിലവ് എന്ന വാക്ക് പറയാൻ പാടില്ല. മനസ്സിലായോ? ചിലവ് എന്ന വാക്കിന് ക്ലാവ് എന്നൊരു അർത്ഥം ചില ഡിക്ഷണറികളിൽ നിഘണ്ടുവിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിലേതാണെന്നുള്ള കാര്യം ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ ഓർക്കുക, ചെലവഴിക്കുക എന്ന അർത്ഥത്തിൽ ചിലവ് എന്നൊരു വാക്കില്ല. ചെലവഴിക്കുക എന്ന അർത്ഥത്തിൽ ചെലവ് തന്നെയാണ് ഉള്ളത്. വരുന്നത് വരവ് എന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കേരളത്തിന്റെ തന്നെ ചിലപ്പോൾ പറയുന്നുണ്ട് മുന്നാക്ക വിഭാഗം, പിന്നോക്ക വിഭാഗം. അപ്പോൾ അത് പറയുന്നില്ല. മുന്നോക്കം എന്ന് പറയുന്നൊരു പദമുണ്ട്. മുന്നോക്കം എന്നൊരു വാക്ക് ഇന്ന് നമുക്ക് എന്ത് ചെയ്തില്ല? ഡിക്ഷണറിയിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. മുന്നോക്കം എന്നല്ല, പകരം എന്താണ്? മുന്നാക്കം എന്നാണ്. മുന്നാക്കം. അതേപോലെ തന്നെ വേറൊരു വാക്കാണ് പിന്നോക്കം എന്നൊരു വാക്കുണ്ടായിരുന്നു. ആ പിന്നോക്കത്തിന് പകരം ഏതാണ്? പിന്നാക്കം എന്നാണ്. ആക്കം, പിന്നാക്കം. ഓക്കെ. അപ്പം പിന്നാക്കം, മുന്നാക്കം എന്നുള്ള കാര്യങ്ങൾ ഓർത്തു വെക്കുക. ക്ലിയർ അല്ലേ? യെസ്. പിന്നെ ഇതേപോലെ തന്നെ വളരെ
പ്രധാനപ്പെട്ട വേറൊരു വാക്കാണ്. നമ്മുടെ ഇപ്പം കേരളത്തിലെ നന്നായിട്ട് പ്രസംഗം പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാരായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് പ്രഭാഷകരായിക്കോട്ടെ, ഒരുപാട് പേര് നന്നായി പ്രസംഗം പറയുന്നവരുണ്ട്. അപ്പം നമ്മൾ പ്രസംഗം പറയുന്നവരെ ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പ്രാസംഗികൻ എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രാസംഗികൻ എന്നൊരു വാക്ക്. അയാൾ മികച്ചൊരു പ്രാസംഗികൻ ആണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ പ്രാസംഗികൻ എന്ന വാക്ക് ആക്ച്വലി പ്രസംഗം പറയുന്ന ആൾ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ ഉപയോഗിക്കരുത്. ആ വാക്ക് അങ്ങനെയല്ല. അപ്പൊ പ്രസംഗകൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പ്രസംഗകൻ. പ്രസംഗകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. നമുക്ക് പ്രസംഗം പറയുന്ന ആളെന്ന് അർത്ഥമുണ്ട്. ഇനി അതല്ലെങ്കിൽ അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വേർഡ് പ്രഭാഷകൻ എന്ന് പറഞ്ഞാൽ മതി. പ്രസംഗം പറയുന്ന ആളെ പ്രഭാഷകൻ എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ പ്രസംഗകനെന്നോ പ്രഭാഷകനെന്നോ വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രാസംഗികൻ എന്ന വാക്ക് പറയരുത്. ഇനി അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. പ്രാസംഗികൻ എന്ന വാക്കിന്റെ അർത്ഥം ക്ഷണിക്കാതെ വരുന്നയാൾ ഒരർത്ഥം വരുന്നുണ്ട്. ക്ഷണിക്കാതെ വരുന്നയാൾ. അപ്പൊ അയാൾ മികച്ചൊരു പ്രാസംഗികനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ക്ഷണിക്കാതെ വരുന്നയാളാണെന്നുള്ള ഒരർത്ഥം നമുക്ക് അവിടെ കിട്ടുന്നു. അപ്പോൾ നൈസായി എന്ത് ചെയ്യുക, ഒരു 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 കളിയാക്കുന്ന ഒരു അർത്ഥത്തിലേക്ക് അവിടെ പോവുകയാണ്. അപ്പൊ പ്രാസംഗികൻ ക്ഷണിക്കാതെ വരുന്നയാൾ എന്ന അർത്ഥത്തിലോ, അല്ലെങ്കിൽ ക്ഷണം കിട്ടാതെ വന്നയാളെന്നോ, അല്ലെങ്കിൽ അവിചാരിതമായി വന്നയാളെന്നോ ഒക്കെ അർത്ഥത്തിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പൊ അല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പ്രഭാഷകനാണ് അവിടെ വരുന്നത് എന്ന കാര്യം ഓർത്തു വെക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒരു പഴഞ്ചൊല്ലുമായി ബന്ധപ്പെട്ട് വരുന്ന സാധനമാണ്. ഇപ്പൊ ഐക്യമത്യം മഹാബലം. പലരും പറയുന്നതാണ് ഐക്യമത്യം. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം, ഐക്യമത്യം എന്നൊരു വാക്കില്ല കേട്ടോ. ഐക്യമത്യം ഇല്ല. ഐകമത്യം എന്ന വാക്കാണ് ശരി. ഐകമത്യം. ഐകമത്യം എന്ന വാക്കാണ് ശരി. ഐക്യമത്യം എന്നൊരു വാക്ക് ഇല്ല. ഓർത്തു വെക്കാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ KS എക്സാമിന് വേണ്ടിയിട്ട് രാപ്പകൽ പണിയെടുത്തു, അല്ലെങ്കിൽ രാപ്പകൽ പഠിക്കുകയാണ്. രാപ്പകൽ എന്നൊരു ഇതുണ്ട്. നമ്മുടെ മമ്മൂട്ടിയുടെ സിനിമ തന്നെയുണ്ട് രാപ്പകൽ. രാപ്പകൽ എന്നൊരു വാക്കില്ല. രാപകലാണ് കേട്ടോ. രാപകലാണ് ശരിയായ പദം. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും പത്രം വായിക്കണം, ദിനപത്രം വായിക്കണം എന്ന് പറയാറുണ്ട്. ഉച്ചാരണത്തിൽ നമ്മൾ എഴുതുന്നത് ദിനപത്രമാണ്. ഈ ദിനപത്രം എന്താണ്? തെറ്റാണ് കേട്ടോ. കാരണം എന്താണ്? അവിടെ ദിനപത്രം എന്നുള്ളതാണ് ശരി. ദിനപത്രം എന്ന വാക്കാണ് ശരി. ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഈ വാക്കുകളൊക്കെ ഒരുപക്ഷെ ശരിയാണോ തെറ്റാണോ എന്ന് തന്നെ നമുക്കറിയില്ല. മേ ബി ഞാനിപ്പോൾ പറയുന്ന പല വാക്കുകൾ പോലും എൻ്റെ അറിവിൽ ശരിയല്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പറയുന്ന വാക്കുകളാണ്. അപ്പോൾ എനിക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ മേ ബി കാണാം, വാക്കുകൾ കാണാം. അപ്പോൾ ആ വാക്കുകൾ ശരിയാണോ അല്ലയോ എന്നുള്ള കാര്യം പോലും എന്ത് ചെയ്യുക, ഉറപ്പിക്കാൻ തരവില്ല. അപ്പോൾ ഒരുപാട് വാക്കുകൾ നമ്മൾ ഉച്ചരിക്കുന്ന ഒരുപാട് വാക്കുകൾ തെറ്റായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന കാര്യം ഓർത്തു വെക്കുക. പിന്നെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളൊരു വാക്കാണ്. ഇപ്പം പത്രമാധ്യമങ്ങളിൽ ഇപ്പം ചിലയിടങ്ങളിൽ വരുന്നത് ഇങ്ങനെയാണ്. നമുക്ക് എന്താണ് TV പോലെയുള്ള മാധ്യമങ്ങളിൽ പലപ്പോഴും അവരുടെ ന്യൂസ് ചാനലുകളിലൊക്കെ എഴുതി കാണിക്കുന്ന കാണാം, ഉത്തരവാദിത്തം എന്ന് പറയുന്നൊരു വാക്ക്. ഉത്തരവാദിത്തം എന്നൊരു വാക്ക് തെറ്റാണ്. അവിടെ ഞാൻ പറഞ്ഞാന്ന് എനിക്ക് തോന്നുന്നു. ഉത്തരവാദിത്വം എന്ന വാക്കാണ് അവിടെ വരേണ്ടത് കേട്ടോ. ഉത്തരവാദിത്വം സംസ്കൃത പദമാണ്. ഉത്തരവാദി എന്ന് പറയുന്നത് സംസ്കൃത പദമാണ്. അപ്പൊ അവിടെ സംസ്കൃത പ്രത്യയമേ അതിനോട് ചേരുള്ളൂ. സോ ഉത്തരവാദിത്വം. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഒരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ചതിനകത്ത് ക്വസ്റ്റ്യൻ പിന്നീട് ഡിലീറ്റ് ചെയ്തു. ഒരു സംഭവമുണ്ട്, ആജാനബാഹു എന്ന് പറയുന്ന രീതി. ആജാനബാഹു. ഇതാണ് പലപ്പോഴും ആളുകൾക്കിടയിൽ സംഭാഷണം. ആജാനബാഹു. വളരെ വലിയ ഭീമാകാരനായ മനുഷ്യൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ആജാനബാഹു. ഇത് ഒറ്റപ്പദമായിട്ടാണ് ചോദിച്ചത്. ആജാനബാഹു. ആജാനബാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് തെറ്റാണ് കേട്ടോ. അവിടെ എന്താ വരണം? ആജാനുബാഹു വരണം. ആജാനുബാഹു. ആജാനുബാഹു. ബാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകളാണ്. ജാനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽമുട്ടാണ്. അപ്പോൾ കാൽമുട്ടോളം കൈക്ക് നീളമുള്ളവൻ എന്ന അർത്ഥമാണ് ആ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ജാനു എന്ന് വരണം. കാൽമുട്ട എന്ന അർത്ഥം കിട്ടണമെങ്കിൽ എന്ത് വരണം? ജാനു വരണം. ആ ജാനു ബാഹുവാണ് ശരിയായ പദം എന്ന കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, കിട്ടിയോ? പിന്നെ അതേപോലെ തന്നെ അധ്യക്ഷം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പലപ്പോഴും നിങ്ങളൊക്കെ സർവീസിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല പ്രോഗ്രാമുകളും നിങ്ങൾ എന്ത് ചെയ്യുന്നു? അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷത വഹിക്കാൻ വേണ്ടി നിങ്ങൾ പോകും. അപ്പോൾ അവിടെ എന്ന് ചെയ്യുമ്പോൾ നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളെ പ്രശംസിച്ചുകൊണ്ട് ഈ അധ്യക്ഷം വഹിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യക്ഷം വഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് തെറ്റാണ്. അതായത് അധ്യക്ഷം വഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യക്ഷനെ ചുമലിൽ തലയെ ചുമന്നുകൊണ്ട് പോയി എന്ന അർത്ഥമാണ് കിട്ടുക. അപ്പൊ അധ്യക്ഷം എന്ന വാക്ക് നമുക്ക് അവിടെ ഇല്ല. ആദ്യക്ഷം എന്ന വാക്കാണ് കേട്ടോ. ആദ്യക്ഷം.
ഇനി അതല്ല എങ്കിൽ അതിന് പകരമായിട്ട് എന്ത് ഉപയോഗിക്കണം? അതിന് പകരമായിട്ട് ഉപയോഗിക്കേണ്ട വാക്ക് അധ്യക്ഷത എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം. അധ്യക്ഷത എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം. അധ്യക്ഷത അധ്യക്ഷത എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി വേറൊരു വാക്ക് വരുന്നത് എന്താണ്? പാരമ്യത. പാരമ്യത. ഈ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ആവശ്യമില്ലാതെ താ ചേർത്ത് ഉപയോഗിക്കുന്ന എന്ന്. അപ്പൊ അതിന്റെ പാരമ്യതയിലെത്തി എന്ന് നമ്മൾ പറയാറുണ്ട്. പാരമ്യതയിലെത്തി, അല്ലെ? പാരമ്യതയിലെത്തി. അപ്പൊ പാരമ്യത എന്ന് പറയുന്ന വാക്ക് എന്താണ്? തെറ്റാണ്. പാരമ്യം എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. പാരമ്യത്തിലെത്തി. പാരമ്യം, ഇത് മതി. ഇതായിരിക്കും കുറച്ചും കൂടി നല്ല വാക്ക്, പാരമ്യം എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ വരുന്ന വേറൊരു വാക്കാണ് ഇപ്പം ആധുനീകരണം. ആധുനീകരണം എന്നോ അല്ലെങ്കിൽ ആധുനീകരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന വാക്ക്. അപ്പൊ ഈ ആധുനീകരണം എന്ന് പറയുന്ന വാക്ക് തെറ്റാണേ. അതായത് അത് സംസ്കൃത വാക്കാണ്. മലയാളത്തിൽ അതങ്ങനെ ഉപയോഗിക്കേണ്ട. ആധുനീകരണം. ആധുനീകരണം എന്നതിന് ബദലായിട്ട് മലയാളത്തിൽ ഉപയോഗിക്കേണ്ട വാക്ക് അവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ വാക്ക്. ഇത് പോരെ എന്ന് ചോദിക്കും, പക്ഷെ അവിടെ അർത്ഥം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ആധുനികീകരണം. ആധുനികീകരണം എന്നാണ് മലയാളത്തിൽ ഉപയോഗിക്കേണ്ടത് കേട്ടോ. ആധുനികീകരണം എന്നുള്ളതാണ്. ആധുനീകരണം എന്നല്ല, ആധുനികവൽക്കരിക്കുക എന്നല്ല. അപ്പൊ അതിനൊക്കെ ഉപയോഗിക്കേണ്ട വാക്ക് ആധുനീകരണം. ഇതും പിക്ക് ക്വസ്റ്റ്യൻ ആണേ. ഇത് എനിക്ക് തോന്നുന്നു ഒരു LDC എക്സാം എന്തോ ചോദിച്ചൊരു ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. LDC ആണോ അത് വില്ലേജ് അസിസ്റ്റന്റ് ആണോ എന്ന് ഓർമ്മയില്ല. ഏതൊരു എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ് ആധുനികീകരണം. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് ആവശ്യം വരുന്ന ഇതാണ്. അവശ്യം. അവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവശ്യം ഒഴിവാക്കാനാവാത്തത്. ആവശ്യം നമുക്ക് വേണ്ടത്. ആവശ്യം തെറ്റായ വാക്ക്. ഓക്കെ. അവശ്യം വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാനാവാത്ത വസ്തുക്കൾ. അവശ്യ വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന വസ്തുക്കൾ. ഓക്കെ. അപ്പൊ ഇത് ഓർത്തിരിക്കാം. അപ്പൊ ഇതേപോലെ തന്നെ നമുക്കൊരു ഒരു വാക്ക് ഈ ആധുനികീകരണം പോലെ വരുന്ന വേറൊരു 1-2 വാക്കുകൾ കൂടെ ഉണ്ട്. അത് സമയം കിട്ടുന്ന പോലെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഓക്കെ, അത് അടുത്തതിലേക്ക് വരാം. പിന്നെ നമ്മുടെ സംഭാഷണ ഭാഷയിൽ വരുന്ന വാക്കാണ്. അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ വാക്യശുദ്ധിയിലേക്ക് ചിലപ്പോൾ കയറി വരാം. അപ്പൊ ആൾക്കാർ എന്ന് പറയുന്ന വാക്ക് എന്താണ്? അങ്ങനെ ഒരു വാക്കില്ല കേട്ടോ. ആൾക്കാർ നമ്മൾ സംഭാഷണ ഭാഷയിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ കേരളത്തിലെ എല്ലായിടത്തും ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയല്ല. അവിടെ ആൾക്കാർ എന്നതിന് പകരമായിട്ട് ഉപയോഗിക്കേണ്ട ഏതാണ്? ആളുകൾ എന്നുള്ളതാണ്. ആളുകൾ എന്ന് ഉപയോഗിച്ചാൽ മതി. ആൾക്കാർ എന്നൊരു വാക്ക് നമുക്ക് അവിടെ ഇല്ല എന്ന കാര്യം ഓർത്തിരിക്കുക. ഓക്കെ. അപ്പൊ പിന്നെ അതേപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വേറെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ്. അപ്പം അത് സന്ധി നിയമവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഉദാഹരണമായിട്ട് അണുവായുധം. ഈ അണുവായുധം എന്ന് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഓർക്കണം, അത് തെറ്റാണ്, ശരിയല്ല. അവിടെ വരുന്ന വാക്ക് ഏതാണ് ശരിയായി വരുന്നത്? സന്ധി അണ്വായുധം എന്ന വാക്കാണ് കേട്ടോ. അണ്വായുധം, ഇതാണ് ശരി. അണുവായുധം എന്നൊരു വാക്ക് ഇല്ല എന്ന് ഓർത്തോണം. പിന്നെ അതീവമായ, നമ്മൾ എഴുതാറുണ്ട് അതീവം എന്നൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ അങ്ങനെ അതീവ ഗുരുതരമായ എന്ന് കേട്ടില്ലേ? അതീവമായ ഗുരുതരം. അപ്പൊ അതീവം. അപ്പൊ ഇങ്ങനെ അതീവം എന്ന് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഓർക്കണം, അതീവമില്ല, അതീവ എന്നേ ഉള്ളൂ. അതീവ. അതായത് ഉദാഹരണമായിട്ട് അതീവമായ അങ്ങനെ ഒരു വാക്കില്ല കേട്ടോ. അതീവ എന്ന് മാത്രമേ ഉള്ളൂ. അനുസ്വാരമില്ല എന്ന് ചുരുക്കം. പിന്നെ നമ്മൾ ചില ആൾക്കാർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു സാധനമല്ലേ അവൽ. നല്ല തേങ്ങയൊക്കെ ചിരണ്ടി ഇട്ടിട്ട് കഴിക്കുന്നത് അവലല്ല. ശരിയായ വാക്ക് അവിൽ എന്നാണ്. പിന്നെ അതേപോലെ തന്നെ സന്ധിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇപ്പൊ കേരളത്തിൽ നിരന്തരം നടക്കുന്ന ഒരു സംഭവമാണല്ലോ ഉദ്ഘാടനം. ഈ ഉദ്ഘാടനമായിട്ട് പലപ്പോഴും മാറാറുണ്ട്. അപ്പൊ ഈ ഉദ്ഘാടനം തെറ്റും, ഈ ഉദ്ഘാടനം ശരിയുമാണ്. ഈ അവല് തെറ്റും, ഈ അവില് ശരിയുമാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? പിന്നെ അതേപോലെ തന്നെ കവിത്രയം എന്ന വാക്കാണ് ശരി. അവിടെ കവിത്രയങ്ങൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓർക്കുക, അത് തെറ്റായ വാക്കാണ്. കവിത്രയങ്ങൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ തെറ്റാണെന്ന് ഓർക്കണം. കവിത്രയം എന്ന് പറയുന്ന വാക്കാണ് അവിടെ ശരിയായി. പിന്നെ കേരളത്തില് ദാരിദ്ര്യം കൂടുകയാണ്. ദാരിദ്ര്യം എന്ന് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് തെറ്റാണ്. ദാരിദ്ര്യത്തിന് എന്ത് വരണം? ദാരിദ്ര്യം യകാരം ചേർന്ന് വരണം.
അപ്പൊ ഈ വാക്കാണ് ശരി. ഈ ദാരിദ്ര്യം തെറ്റാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ കുറേ വാക്കുകൾ. പിന്നെ അതുപോലെ ശരത്ചന്ദ്രൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ശരത് പ്ലസ് ചന്ദ്രൻ ഇതാണ് വരുന്നത്. അപ്പൊ ഇതിനെ ചേർത്ത് എഴുതി കഴിയുമ്പോൾ ശരശ്ചന്ദ്രൻ എന്ന് എഴുതരുത്. ശരിയായ വാക്ക് ഏതാണ്? ശരത്ചന്ദ്രൻ. ഇതാണ് ശരിയായ വാക്ക്. ഇത് തെറ്റ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഭാഗങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന കുറേ വാക്കുകൾ, പ്രയോഗങ്ങൾ ഈ ഒരു ഭാഗത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കാര്യങ്ങൾ ഉൾക്കൊള്ളുക, പഠിക്കുക, നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉപയോഗത്തിൽ മാറ്റം വരുത്തുക, അത്യാവശ്യം നല്ല രീതിയിൽ വായന ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു ഭാഗത്തെ മനസ്സിലാക്കാനും ഓർമ്മിച്ചിരിക്കുവാനും കിട്ടും. വെറുതെ കാണാതെ പഠിച്ചു വെക്കാൻ പറ്റില്ല. ഇപ്പം എന്തായാലും ഈ പഠിച്ച കാര്യങ്ങൾ, ഉൾക്കൊണ്ട കാര്യങ്ങൾ ഒരു പത്രം വായിച്ചോ, ഒരു പുസ്തകം വായിച്ചോ എന്ത് ചെയ്യാം? ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യും. സിമ്പിൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഈ പറയുന്ന പദശുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി കാര്യമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ പഠിക്കുന്നുണ്ടോ? ഇനി അതല്ലെങ്കിൽ നിങ്ങൾ പത്രം വായിക്കുന്നുണ്ടോ? ആ പത്രം വായിക്കുക. മലയാളം പത്രമാണ് വായിക്കുന്നതെങ്കിൽ മലയാളം പത്രത്തിൻ്റെ അകത്ത് ഈ വാക്കുകളൊക്കെ ഇങ്ങനെ തന്നെയാണോ വന്നിരിക്കുന്നത് നോക്കുക. അപ്പോൾ അങ്ങനെ നോക്കി നിങ്ങൾക്ക് ഈ സാധനം ഉറപ്പിക്കാം. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇനി ഇതിൻ്റെ അകത്ത് പറയാത്ത കാര്യങ്ങൾ ഇനി വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നീട് വരുന്ന ക്ലാസ്സുകളിൽ എപ്പോഴും കൂട്ടിച്ചേർക്കാം. ഇപ്പം എന്തായാലും നമ്മൾ പദശുദ്ധിയുമായി ബന്ധപ്പെട്ടുള്ള 3 ക്ലാസ്സുകൾ കണ്ടു. ആ 3 ക്ലാസ്സുകളുടെ അകത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു 10, 300, 400-ലധികം വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ആ വാക്കുകളെയും കാര്യങ്ങളെയൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, പഠിക്കുക. അതെല്ലാം തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതുമാണ് പല വർഷങ്ങളായിട്ട്. ഓക്കെ. അപ്പോൾ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.